നീ അങ്ങോട്ട് നോക്കി. വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഏറ്റവും വലിയ വാർത്ത. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ്. ഇന്നിവിടെ പറയൂ ഷിജോ, അതിന്റെ വിശദാംശം പറയൂ. അങ്ങനെ ചോദിക്കേ ശിവാനന്ദ ഇവിടെ കുത്തിരിക്കാൻ പറഞ്ഞുതരാം. നിഷാദ്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. 586 പേജുള്ള വിധിന്യായം വാദിച്ച ജഡ്ജി AM ബഷീർ ഒരു തരത്തിലും ഗ്രീഷ്മയ്ക്ക് ഇളവുകൾ നൽകാതെ ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ വധശിക്ഷയും 50-ന് 2 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ച് വിരിച്ച് നടക്കാം. പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ വധശിക്ഷയാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. 307 വധശ്രമത്തിനുള്ള കുറ്റം പോലീസ് ചുമത്തിയിട്ടില്ലെങ്കിൽ പോലും വധശിക്ഷ നൽകാതിരിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞ കോടതി ഗ്രീഷ്മയ്ക്ക് അർഹമായത് വധശിക്ഷ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു. രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുക. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ്. കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവ്. അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടതിന് 5 വർഷം തടവ്. ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരമെന്നാ. 50,000 രൂപ പിഴയും അതോടൊപ്പം ചേർക്കുന്നു. 2 ലക്ഷം രൂപ ഈ ശിക്ഷയിൽ ആകെ അവർ ഒടുക്കണം. പോലീസ് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കലിന് 2 വർഷം തടവ്. 3-ാം പ്രതി ആയ അമ്മാവന് തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവ്. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. നമുക്ക് വേറെല്ലാം പറയാം. നിർവികാരമായി വിധി കേൾക്കുന്നു ഗ്രീഷ്മ എന്നതാണ്. അവർ ഏതെങ്കിലും നിരക്കുള്ള ഭാവവ്യത്യാസമില്ലാതെ, ഏതെങ്കിലും നിരക്കുള്ള ഷോക്കിംഗ് അല്ലാതെ വിധി കേൾക്കൊണ്ടിരിക്കുന്നു. നിർവികാരമായി കോടതിയിൽ നിന്ന് വിധി കേൾക്കുകയാണ് ഗ്രീഷ്മ ചെയ്യുന്നത്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നടന്നില്ല. ആ ഘട്ടത്തിൽ അയാളെ വിഷം കൊടുത്ത് പലതവണ കൊല്ലാൻ ശ്രമിച്ചു. ഒടുക്കം കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് 11 ദിവസം അയാളെ ആശുപത്രി ശയ്യയിലിട്ട് കൊന്നുകളഞ്ഞു എന്നതാണ് ഗ്രീഷ്മയ്ക്കെതിരായ കുറ്റം.